അങ്ങനെ ഈ വർഷം അങ്ങനെ പടി ഇറങ്ങുകയാണ്. എത്രയോ കാലമായിട്ട് എനിക്ക് തോന്നുന്നു 2000 തുടങ്ങിയപ്പോൾ മുതൽ നമ്മളിൽ പലരും, ഈവൻ സർക്കാർ പോലും 2020 അന്ന് എന്തൊക്കെയോ വലിയ സംഭവം എന്നുള്ള മട്ടി നമ്മളെല്ലാവരും പല പ്ലാനുകളും ഇട്ടു. എനിക്ക് തോന്നുന്നു ഈ 2020 എന്ന് പറയുന്ന എഴുതുന്നതിൻ്റെയും ഒക്കെ ഉള്ള ഭംഗി കൊണ്ടായിരിക്കും അന്ന് മുതൽ നമ്മൾ വിതിൻ 20 ഇയേഴ്സ് ഞാനൊക്കെ ഉണ്ടാക്കിയായിരുന്നു. എന്തോ വിതിൻ 20 ഇയേഴ്സ് എന്താണെന്ന് കൂടി മറന്നുപോയി. അത് പിന്നെ എല്ലാ ന്യൂ ഇയറിനും നമ്മൾ പലതും എഴുതി വെക്കാറുണ്ട്. അത് പിന്നെ ജനുവരി പകുതി ആകുമ്പോൾ അത് മറക്കുകയാണ് പതിവ്. പക്ഷേ ഈ ഓർമ്മ, ഈ 2020യെ കുറിച്ചുള്ള നമ്മുടെ ഹൈ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു എന്നുള്ള ഓർമ്മ തന്നെ ഒരു കാര്യം തിരിച്ചറിയിക്കുന്നില്ലേ. അതായത് നമ്മുടെ കണക്കൂട്ടലിലൊക്കെ എത്ര സിമ്പിളായിട്ടാണ് ചെതറിപ്പോകുന്നത്. ഇത് ശുഭരാത്രിയുടെ നേരമാണ്. എന്തൊക്കെയാണ് പോസിറ്റീവ് എന്ന് നമ്മൾ കണ്ടുപിടിക്കാനുള്ള സമയം. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവരെയും പോലെയുള്ള കാര്യങ്ങൾ തന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് അത് കുറച്ച് നിങ്ങൾക്കും ബാധകമായിരിക്കും. നല്ല 1ാം ക്ലാസ്സായിട്ട് സാമ്പത്തിക ബജറ്റിംഗ് എന്താണെന്ന് പഠിപ്പിച്ചൊരു വർഷമായിരുന്നു. കാരണം പല വിധത്തിലുള്ള വരുമാനം കട്ട് ചെയ്തു പോകുന്നു. അപ്പോൾ പണ്ടെന്നോ മറന്നിരുന്ന കുറേ വാക്കുകളുണ്ട്. ബജറ്റിങ്, എക്കണോമിക് സെറ്റിങ്, അതൊക്കെ ഉണ്ട്. അത് വളരെ കൃത്യമായിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് എത്തി. അത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം ഇതില്ലെങ്കിൽ പറ്റില്ല എന്ന് കരുതിയ പലതും വെറും ധൂർത്തായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് ഇത്തരം ചില ഓർമ്മപ്പെടുത്തലുകൾ ഉള്ളപ്പോഴാണ്. തിരിച്ച് വീണ്ടും അതിലേക്ക് പോകാതിരിക്കാൻ വളരെ നല്ലതാണ് ഇത്തരം ചില ഓർമ്മപ്പെടുത്തലുകൾ. വളരെ ഷാർപ്പായിട്ട് ഫ്രിൽസൊക്കെ കട്ട് ചെയ്ത ജീവിതവും ഉള്ളത് കൊണ്ട് എങ്ങനെയാണ് ഷെയർ ചെയ്ത് കഴിയുന്നത് എന്നുള്ള തിരിച്ചറിവും ഒക്കെ തന്ന ഒരു വർഷം കൂടിയാണത്. അതൊട്ടും മോശമായ ഒരു ഇപ്പം പിന്നെ ജീവിതത്തിൻ്റെ ഈ കൈക്കുടന്നയിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഒരിക്കലും ഒഴുകി പോകരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അതായത് പല വീടുകളിലും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഒന്നിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ കൂട്ടുകാരെ മിസ് ചെയ്യുന്നു എന്നുണ്ട്. നമ്മുടെ പലപ്പോഴും ഔട്ടിങ്സ് ഉണ്ടാവാറില്ല എന്നുള്ള സങ്കടം പറയാറുണ്ട്. എനിക്കും ഉണ്ട്. പറ്റുകയാണെങ്കിൽ എല്ലാ ദിവസവും കൂട്ടുകാരും എടുത്ത് പുറകെത്ത് പോകുക, എൻജോയ് ചെയ്യുക. ആ ഒരു ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഫോണിൽ കൂടി മാത്രം അല്ലെങ്കിൽ വീഡിയോ കോളിൽ കൂടി മാത്രം കൂട്ടുകാരെ കാണുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ റിയലി വെറും ഓളത്തിലുള്ള സൗഹൃദങ്ങൾ ഏതായിരുന്നു. ഒന്നുമില്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ എത്ര നാരോ ആയാലും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹങ്ങൾ ഏതൊക്കെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് അരിപ്പ കൊണ്ട് അരിച്ച പോലെ മനസ്സിലാക്കി തന്നൊരു വർഷവും കൂടിയാണ് പതുക്കെ പോകുന്നത്. പിന്നെ കോവിഡ്, അത് മിക്കവരെയും കോവിഡ് ഭീതിയാണ് ഏറ്റവും അലട്ടിയതെങ്കിൽ പിന്നെ പറയാറില്ലേ കാക്കയ്ക്കും തൻ തുമ്മൽ വലിയ പേരും പറയുന്നു. അതേപോലെ കോവിഡ് ആയിരുന്നില്ല എന്നെ ഭയപ്പെടുത്തിയത്. 2 പാവന്നെങ്കിലും മറ്റൊരു മഹാരോഗം ഇങ്ങനെ തോളുരുമ്മി വരികയും ഭയപ്പെടുത്തുകയും ചെയ്തൊരു വർഷമായിരുന്നു എനിക്കും ഇത്. അപ്പോൾ സർജറി, പരസഹായം ഇല്ലാതെ എഴുന്നേക്കാൻ വയ്യാഴിക, ലോങ് റെസ്റ്റ്, പേടിപ്പെടുത്തലുകൾ, ടെസ്റ്റ് നോക്കിയിരിക്കുമ്പോഴത്തേക്ക് ഭഗവാനേ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ള ഭയം, ഇതൊക്കെ ഒരു തവണ വന്നു കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വരുന്നു അടുത്തപടി, അടുത്ത തവണയും രക്ഷപ്പെടുന്നു. അങ്ങനെ 2 രക്ഷപ്പെടലുകളുടെയും കൂടി വർഷമായിരുന്നു അത്. അതും കുറേ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു. ഈ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും വില, അതിൻ്റെ അനിശ്ചിതത്വം എത്രയേറെ ഉണ്ട് എന്ന സത്യം. അത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സ്റ്റീവ് ജോബ്സിൻ്റെ പ്രസംഗമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2005 സ്റ്റാൻഫോർഡിൻ്റെ കമൻസ്മെൻ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നെറ്റിൽ കിട്ടും. പുള്ളി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അത് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്തിട്ട് 1 വർഷമായ സമയത്തായിരുന്നു. പിന്നീട് 6 വർഷം കൂടി അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. അന്ന് അദ്ദേഹം, അതായത് മഹാരോഗമാണ്, അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, അങ്ങനെ അറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം ചെയ്ത ഒരു പ്രസംഗമാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ 3 ഡോട്ട്സ് എന്നുള്ള പറഞ്ഞാണ് തുടങ്ങുന്നത് തന്നെ. നമുക്കറിയാവുന്ന കഥകളാണ്. അദ്ദേഹത്തിനെ ആദ്യം തന്നെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ ദത്ത് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. ഷീ ഫ്രീ ഫോർ അഡോപ്ഷൻ. പക്ഷെ ഒറ്റ കാര്യം അമ്മ പറഞ്ഞുള്ളൂ, ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഫാദറിനും മദറിനും ദത്ത് കൊടുക്കുകയുള്ളൂ എന്ന്. പക്ഷെ കണ്ടുവച്ചിരുന്ന അച്ഛനും അമ്മയും സമയമായപ്പോൾ അവർക്ക് ബോയെ വേണ്ട, ഗേളിനെ മതി എന്ന് പറഞ്ഞാൽ അവർ മുങ്ങി. പിന്നെ പെട്ടെന്ന് വേറൊരു പാരൻസിനെ കണ്ടുപിടിച്ചു. പക്ഷെ അതിനകത്ത് ആ അമ്മ ഗ്രാജുവേറ്റ് അല്ലായിരുന്നു. അപ്പോൾ ഈ അമ്മ ഷീ വാസ് അൺവെഡഡ് കോളേജ് ഗേൾ ആയിരുന്നു. അവർ പറഞ്ഞു പറ്റില്ല, പഠിപ്പില്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അവസാനം ഒത്തിരി കഷ്ടപ്പെട്ടാണ് കൊടുത്തത്.
പക്ഷെ അവരുടെ ഏർണിങ്സ് മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ കോളേജ് പഠിപ്പിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വന്നപ്പോൾ എങ്ങനെയാണ് കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയത്, പിന്നെ അതിനുശേഷം തന്നെ ആപ്പിൾ അതെങ്ങനെയാണ് തുടങ്ങിയത്, അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ, ആപ്പിളിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങിപ്പോകേണ്ടി വന്നത്, അത് തന്നെ അടുത്ത ഇൻസ്പിറേഷൻ ആക്കിയത് എങ്ങനെ, അങ്ങനെയൊക്കെ തന്നെ അദ്ദേഹം അവസാനം പറഞ്ഞതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, വെൻ ഐ വാസ് 17, എഴുതിയിരിക്കല്ലോ പ്രസംഗിച്ചതാ, ഐ റെഡ് എ കോട്ട് ദാറ്റ് വെൻ സംതിങ് ലൈക്ക് ദിസ് ഇഫ് യു ലിവ് ഈച്ച് ഡേ ആസ് ഇറ്റ്സ് യുവർ ലാസ്റ്റ് സം ഡേ യു വിൽ ബി മോസ്റ്റ് സർട്ടൻലി ബി റൈറ്റ്. നിങ്ങൾ ഓരോ ദിവസവും തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ അവസാനത്തെ ദിവസമാണ്. അങ്ങനെയാണ് ഏതെങ്കിലുമൊക്കെ ദിവസം നിങ്ങൾ കൃത്യമായി ജീവിക്കാൻ പറ്റുമെന്ന്. അതിൽ പിന്നെ അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കണ്ണാടി നോക്കിയിട്ട് ചോദിക്കും, ഇത് നിന്റെ അവസാനത്തെ ദിവസമാണ്, ഇന്ന് നീ ചെയ്യാൻ പോകുന്ന ഈ കാര്യങ്ങൾ നീ ചെയ്യുമോ എന്ന്. അപ്പം പലതും നോ ആയിരിക്കും, വേറെ പണിയൊന്നുമില്ല, നാളെ ഇതിനൊന്നും ഒരു എഫക്റ്റും ഇല്ലാത്ത കാര്യമല്ലേ എന്ന്. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തിന് വേണ്ടെന്ന് വെക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന് അവസാനത്തെ ദിവസമാണെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് പലതിൻ്റെയും പൊള്ളത്തരം കാണാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയായിരുന്നു, എനിക്ക് വെറുതെ ആവശ്യമില്ലാത്ത പ്രൈഡ് ഉണ്ടാവാറില്ല, എംബറാസ്മെൻ്റ് ഉണ്ടാവാറില്ല, ഓൾ എക്സ്റ്റേണൽ എക്സ്പെക്റ്റേഷൻസ്, ഓൾ പ്രൈഡ്, ഓൾ ഫിയർ ഓഫ് എംബറാസ്മെൻ്റ് ഓഫ് ഫെയിലിയർ, ഇതെല്ലാം വേറൊരു ലെവലിൽ കാണാനായിട്ട് അദ്ദേഹത്തിനെ അത് സഹായിച്ചു എന്ന്. അദ്ദേഹം അന്ന് തന്നെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞ ഒരു സ്പീച്ച് ആയതുകൊണ്ടാവാം നിങ്ങൾ ഏത് റേറ്റിംഗ് നോക്കിയാലും ബെസ്റ്റ് ഇൻസ്പിറേഷണൽ സ്പീച്ച് എന്ന് പറയുന്നതിൽ ഈ സ്പീച്ച് പൊങ്ങി വരും. എവിടെ ഗൂഗിളിൽ നോക്കോ ഈ സ്റ്റീവ് ജോബ്സിൻ്റെ ഇത് പൊങ്ങി വരുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാവും, അർത്ഥശൂന്യതയും മനസ്സിലാവും. അർത്ഥവും അർത്ഥശൂന്യതയും തമ്മിൽ വേർതിരിച്ചറിഞ്ഞാൽ തന്നെ ജീവിതം എത്ര സുഖകരമാകും. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പുതിയ റെസൊല്യൂഷൻ വല്ലതും എടുക്കുന്നുണ്ടെങ്കിൽ എനിക്കൂടെ പങ്കുവയ്ക്കുക. 15-ാം തീയതി ആകുമ്പോൾ മറന്നു പോകാതെ വർഷം മുഴുവൻ നമ്മളുടെ കൂടെ ഉണ്ടാകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കുക. ഹാപ്പി ന്യൂ ഇയർ ടു all of you, each and every one of you. Thank you. ശുഭരാത്രി.